ഞാൻ ഈയിടെ ഇസബella സ്റ്റെങ്ങേഴ്സ് എഴുതിയൊരു പുസ്തകം വായിച്ചു തുടങ്ങിയിരുന്നു. ഒരുപക്ഷെ വൈറ്റ് ഹെഡിനെ കുറിച്ച്, ആൽഫ്രഡ് നോർത്ത് വൈറ്റ് ഹെഡ് എന്ന ചിന്തകനെക്കുറിച്ച് മനോഹരമായി എഴുതിയ ഒരു പുസ്തകമാണ്. വൈറ്റ് ഹെഡിനെ വായിക്കുന്നത് പോലെ തന്നെ ശ്രമകരമാണ് സത്യത്തിൽ സ്റ്റെങ്ങേഴ്സിനെ വായിക്കുക എന്നുള്ളത്. പക്ഷേ ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഒരുപക്ഷെ നമുക്ക് ചിന്തയ്ക്കുള്ള ഒരു സൂചകം കൂടിയാണ്. ആ പുസ്തകത്തിൻ്റെ പേര്, സ്റ്റെങ്ങേഴ്സിൻ്റെ പുസ്തകത്തിൻ്റെ പേര് തിങ്കിങ് വിത്ത് വൈറ്റ് ഹെഡ് എന്നാണ്. തിങ്കിങ് വിത്ത്, ഇത് മറ്റൊരു കൺസെപ്റ്റാണ്. തിങ്കിങ് വിത്ത് എന്നുള്ളത് ഈ പുസ്തകത്തിൻ്റെ ഉപശീർഷകമായി പറയുന്നത് എ ഫ്രീ ആൻഡ് വൈൽഡ് ക്രിയേഷൻ ഓഫ് കൺസെപ്റ്റ്സ്. ഞാൻ ഈ പുസ്തകത്തിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ള കാര്യം തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന തിങ്കിങ് വിത്ത് എന്നാണ്. ഒരുപക്ഷെ എങ്ങനെയാണ് നമ്മുടെ ഇഷ്ടചിന്തകരുടെ ഒപ്പം നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്? പല ചിന്തകളും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു റേഡിയോ സ്റ്റേഷനെ പോലെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കുന്നത് പോലെയാണ്. കേൾക്കുമ്പോൾ അത് നമ്മുടെ ഇമ്പത്തിനനുസരിച്ചുള്ള ഒരു ഈണമല്ലെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്കുക, അത് നമ്മുടേതല്ല എന്ന് കരുതുക. അതാണ് ഓരോ വായനയിലും അതിലൊരു പ്രത്യേക തരത്തിലുള്ള അറ്റ്യൂൺമെൻറ്റ് സംഭവിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ തിങ്കിങ് വിത്ത് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ചിന്തിച്ചു തുടങ്ങുന്നത്, അവർ നടന്ന വഴികളിലൂടെയൊക്കെ നടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒക്കെ അത് ശ്രമകരമായ ഒരു യാത്രയും കൂടിയാണ്. അപ്പോൾ അത് ഇൻവെൻറ്റീവാണ്, ഒപ്പം തന്നെ ക്രിയേറ്റീവാണ്, എന്നാൽ ശ്രമകരം കൂടിയാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അതുപോലെ ദെലൂസിലും ഗൊത്താരിയിലേക്കും എത്തുമ്പോൾ ഏത് പുസ്തകത്തിലാണ് തുടങ്ങേണ്ടത്? ഒരുപക്ഷെ ദെലൂസിയൻ ചിന്ത എന്ന് പറയുന്നത് കൂടുതൽ റിസോമാറ്റിക് ആണ്. റിസോമാറ്റിക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വൃക്ഷസദൃശ്യമല്ല. പാശ്ചാത്യ ചിന്ത പൊതുവെ വൃക്ഷസദൃശ്യമാണ് എന്ന് പറയും. അർബോറസെൻറ്റ്, അത് ഏതെങ്കിലും ഒന്നിൽ നിന്ന് തുടങ്ങി അതിൻ്റെ ശാഖകളും ഉപശാഖകളും ഒക്കെ ആയി പിരിഞ്ഞ് പിന്നെയും പോയി ഏതെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് പോലുള്ള ഒരുതരം ഏതെങ്കിലും ടിലിയോളജിക്കലായ അത്തരം ചിന്തയല്ല ദെലൂസിയൻ ചിന്ത. അത് റിസോമാറ്റിക് ആണ്, കൂടുതൽ ഭൂഖണ്ഡങ്ങളെ പോലെയാണ്. എവിടെയും അതിൻ്റെ പുതിയ നാമ്പുകൾ, തുടിപ്പുകൾ ഉണ്ടാകാം. ഒരുപക്ഷെ കാഫ്ക വായിക്കുമ്പോഴൊക്കെ നമുക്കറിയാവുന്നത് പോലെ അവിടെയുള്ള കാസിൽ പോലെ ഏത് വഴിക്കും കയറാവുന്ന, ഏത് വഴിക്കും പുറത്തിറങ്ങാവുന്ന ഒരു കോട്ട പോലെയാണ് പുസ്തകങ്ങളും. പ്രത്യേകിച്ച് ദെലൂസിയൻ പുസ്തകങ്ങൾ. നമുക്ക് ഏത് വഴിക്കാണ് കയറുക, ഏതാണ് എളുപ്പമായ വഴി എന്ന് പറയുന്നതൊന്നുമില്ല. വായന പോലും നമുക്ക് തീർത്തും ഒരു പരീക്ഷണോന്മുഖമായി മാത്രമേ ആ ചിന്തയെ സമീപിക്കാൻ വേണ്ടി പറ്റൂ എന്നുള്ളതാണ്. അപ്പോഴും ഒരു തുടക്കമെന്നുള്ള രീതിയിൽ ദെലൂസിനെ വായിച്ചു തുടങ്ങാൻ ഞാൻ എപ്പോഴും ആശ്രയിക്കുന്നൊരു പുസ്തകം എന്ന് പറയുന്നത് ദെലൂസും പാർനെറ്റും ചേർന്ന് എഴുതിയ ഡയലോഗ്സ് 2 എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അവർ പറയുന്നൊരു വാക്കുണ്ട്, അത് വായിക്കുമ്പോൾ മനസ്സിലാവും. ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു എക്സ്പ്ലെയിൻ വൺ സെൽഫ്. an interview, a dialogue, a conversation. Most of the time, when someone asks me a question, even one which relates to me, I see that strictly I don't have anything to say. Questions are invented like anything else. If you are not allowed to invent your own questions with elements from all over the place, from never mind where, if people post them to you, you haven't much to say. ആരെങ്കിലും നിങ്ങളിലേക്ക് ഒരു ചോദ്യം എറിഞ്ഞു തരികയാണെങ്കിൽ, ഒരു ഉത്തരത്തിന് വേണ്ടി നിർബന്ധിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ ആ വിളി കേൾക്കാതിരിക്കുക. പകരം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തന്നെ ചോദ്യങ്ങൾ കണ്ടെത്തുകയാണ്. എനിക്ക് തോന്നുന്നു ദെലൂസിയൻ
ചിന്ത, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ കണ്ടെത്തേണ്ട ചിന്തകളെക്കുറിച്ച്, ചോദ്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് ആ ഒരർത്ഥത്തിൽ നമ്മുടെ ചോദ്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി. അതുപോലെ തന്നെ തിങ്കിങ് വിത്ത് എന്ന് പറയുന്നത് ഡെലൂസിൻ്റെ തന്നെ പല വർക്കുകളും ഗൊത്താരിയോട് ഒപ്പം ചേർന്ന് എഴുതിയതാണ്. അതിൻ്റെ 1000 പ്ലാറ്റ്യൂസിൻ്റെ ഒക്കെ ആദ്യത്തിൽ തന്നെ പറയുന്നത് ഒരാൾ തന്നെ ഒരു കടലാണ്, അപ്പോൾ 2 പേർ ചേർന്ന് കഴിഞ്ഞാലോ അത് എന്തൊരു സാഗരമായിരിക്കും. ആ ഒരർത്ഥത്തിൽ വിത്ത്. ഈ പുസ്തകത്തിലും ആൻഡ് എന്നതിൻ്റെ സാധ്യത, അതായത് കൂടുതൽ റിസോമാറ്റിക് ആവേണ്ടതിൻ്റെ, കൂടുതൽ ഒപ്പം എന്നതിൻ്റെ സാധ്യത ഈ പുസ്തകത്തിലും കൂടുതലായി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡെലൂസിയൻ ചിന്തയെക്കുറിച്ച് ഈ ഡയലോഗ്സ് 2 എന്ന് പറയുന്നത് ഒരു നല്ല തുടക്കമായിരിക്കും.